ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. മൂന്നാറിൽ വഴിയോര കടകൾ ഒഴിപ്പിക്കും. വഴിയരികിലെ പാർക്കിംഗ് നിരോധിച്ചു. മുൻവർഷങ്ങളിലും ഈ മേഖലയിൽ മൂന്നാറിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ദേശീയപാതയിൽ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ കടകൾ ഒഴിപ്പിക്കുന്ന നടപടികൾ. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലാണ്. കഴിഞ്ഞ കാലവർഷങ്ങളിലെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ പ്രദേശങ്ങളുണ്ട്. ഈ ദേശീയപാത കൊച്ചി ദിണ്ടിഗൽ ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും നീക്കാനുള്ള ഒരു നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ കാലവർഷത്തിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഒരു ലോറി പൂർണ്ണമായും തകരുകയും ഈ ലോറിക്കുണ്ടായിരുന്ന ലോറി ഡ്രൈവർ അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്തത്. നിലവിൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡനോട് ചേർന്ന് നിരവധി വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തി ഇതിൽ നീക്കേണ്ടവ ഏതൊക്കെയെന്ന് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാവും. ഈ ബൊട്ടാണിക്കൽ ഗാർഡന് പുറമെ മിസ്റ്ററി മൗണ്ട് റിസോർട്ടിന് മുൻഭാഗം, അതുപോലെ തന്നെ പള്ളിവാസൽ 2-ാം മൈൽ, മൂന്നാർ ടൗൺ, ആറോ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മുൻപ് മണ്ണിടിഞ്ഞ പ്രദേശങ്ങളാണ്. ഇവിടെയും ഇത്തരത്തിൽ കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ വഴിയോര കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇവിടെയും ഈ ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 2 ആഴ്ചക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലവിലുള്ളത്. സമാനമായി മറ്റ് വടക്കൻ ജില്ലകളിലും ഈ മഴ മുന്നറിയിപ്പുകളുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.